ലിജോ ശ്രീജിത്ത് ഈ പറഞ്ഞ പോലെ മൃദു ഹിന്ദുത്വം പിന്തുടർന്ന് മുംബൈ നടക്കുന്ന ഗോവിന്റെ പിമ്പേ നടക്കുന്ന ഗോവായി മാറി ആം ആദ്മി പാർട്ടി എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അത് നേരത്തെ അവിടെ ദില്ലി ഇമാം അങ്ങനെയാണ് വോട്ട് ചെയ്തത് BJPക്കാണ് എന്ന് പറഞ്ഞെങ്കിലും അവിടുത്തെ ന്യൂനപക്ഷങ്ങൾ കേന്ദ്രീകരിച്ച് ആ വോട്ടുകൾ കോൺഗ്രസിലേക്ക് പോയി കാണുമല്ലേ? അങ്ങനെ തന്നെ വേണ്ടേ കണക്കാക്കാൻ? നമ്മൾ കോൺഗ്രസിന് ലഭിച്ച വോട്ടുകളിൽ ഇപ്പോൾ ഒരു വ്യക്തതയുടെ ആവശ്യമുണ്ട്. അതായത് 6% വോട്ട്, അതായത് കോൺഗ്രസ് കഴിഞ്ഞ തവണത്തേക്കാൾ വോട്ട് വിഹിതം വർദ്ധിപ്പിച്ചിട്ടില്ല എന്ന് വേണം നമുക്ക് ഇതുവരെയുള്ള കണക്കുകൾ പ്രകാരം നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഏറ്റവും ഒടുവിലത്തെ കണക്കുകൾ പ്രകാരം എന്തായാലും കോൺഗ്രസ് ഇക്കാര്യത്തിൽ കോൺഗ്രസ് പിടിച്ച വോട്ടുകൾ സ്വാഭാവികമായും കോൺഗ്രസ് ഓരോ വോട്ടെങ്കിലും അധികം പിടിച്ചിട്ടുണ്ടെങ്കിൽ അത് നഷ്ടമായത് ആം ആദ്മി പാർട്ടിക്ക് തന്നെയാണ്. അതിൽ തർക്കമില്ലാത്ത കാര്യമാണ്. കാരണം ന്യൂനപക്ഷങ്ങളായാലും കോൺഗ്രസ് ആം ആദ്മി പാർട്ടിക്ക് വോട്ട് ചെയ്യേണ്ട ആളുകൾ തന്നെയാണ് കോൺഗ്രസിന് വോട്ട് ചെയ്യേണ്ടത്. ഒരേ വിഭാഗം തന്നെയാണ്. അതിൽ വലിയ മാറ്റമൊന്നും സംഭവിക്കുന്നില്ല. BJPക്ക് ലഭിക്കേണ്ട വോട്ടുകൾ കഴിഞ്ഞ കാലങ്ങളിൽ കെജ്രിവാൾ വാങ്ങിയിരുന്നു, അല്ലെങ്കിൽ കെജ്രിവാളിന്റെ പാർട്ടി നേടിയിരുന്നു എന്നുള്ളതാണ് അവരുടെ വിജയം. ആ വോട്ടുകൾ BJP തിരിച്ചു പിടിച്ചു. BJP അതിൻ്റെ രാഷ്ട്രീയ സ്ട്രാറ്റജി രൂപീകരിച്ചു. വാഗ്ദാനങ്ങൾ, ഫ്രീ ബീസ് കൊടുത്തിരുന്നു. അതായത് കെജ്രിവാൾ എന്തൊക്കെ കൊടുക്കുമെന്ന് പറഞ്ഞു അതിനൊക്കെ വലിയ വാഗ്ദാനങ്ങൾ കൊടുത്തു. നേരത്തെ ലക്ഷ്മി സൂചിപ്പിച്ച പോലെ മുംബൈ നടക്കുന്ന ഗോവിന് പിമ്പേ നടക്കേണ്ട കാര്യം ഇല്ലല്ലോ. അങ്ങനെയെങ്കിൽ ജനങ്ങൾ മുംബൈ നടക്കുന്ന ഗോവിനൊപ്പമല്ലേ നിൽക്കുക. ആ രൂപത്തിൽ മുംബൈ നടക്കുന്ന ഗോവായി BJPയെ ജനങ്ങൾ കണ്ടു. കോൺഗ്രസ് ഓരോ വോട്ടെങ്കിലും അധികം പിടിച്ചിട്ടുണ്ടെങ്കിൽ അത് സ്വാഭാവികമായും കെജ്രിവാളിന്റെ പാർട്ടിക്ക് ആപ്പിന് വോട്ടായിരുന്നു. ഒരു കാര്യം കൂടെ പറയാൻ, അഞ്ചാം റൗണ്ട് എണ്ണുമ്പോൾ 386 വോട്ടുകൾക്ക് അരവിന്ദ് കെജ്രിവാൾ മുമ്പിലാണ്. 5ാം റൗണ്ട് എണ്ണുമ്പോൾ 386 വോട്ടുകളാണ് അരവിന്ദ് കെജ്രിവാളിന് ലീഡായിട്ടുള്ളത്. കെജ്രിവാളിന് നേരത്തെ 200-ൽ താഴെ എന്നുള്ളത് വീണ്ടും മുമ്പോട്ട് വന്നിരിക്കുന്നു. പക്ഷേ അതിഷി വീണ്ടും പിന്നിൽ തന്നെയാണ് കൽക്കാജി മണ്ഡലത്തിൽ. ഞാൻ ചില മണ്ഡലങ്ങളുടെ ഒരു അവസ്ഥ, അതായത് പ്രേക്ഷകരുടെ കൂടെ അറിവിലേക്കായി, അതായത് ന്യൂഡൽഹിയിൽ 5 റൗണ്ടുകൾ, ഇനി എണ്ണാൻ 13 ബാക്കിയുണ്ട്. കൽക്കാജിയിൽ ബിദൌരിയാണ് മുന്നിലുള്ളത്, അതിഷി പിന്നിലാണ്. 3 റൗണ്ട് 12 എണ്ണാണ് ബാക്കി എണ്ണാനുള്ളത്. 12 റൗണ്ട് ഇനി എണ്ണാനുണ്ട്. കരോൾ ബാഗിൽ 3 റൗണ്ടാണ്, 17 ആണുള്ളത്. ആ രൂപത്തിലേക്ക്, അതായത് ഇനിയും എണ്ണാൻ ഒരുപാട് റൗണ്ടുകൾ ബാക്കിയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ലീഡ് നിലയിൽ ഇനിയും മാറ്റങ്ങൾ സംഭവിച്ചേക്കാം. സ്വാഭാവികമായി മാറ്റം സംഭവിക്കുമെന്ന് തന്നെയാണ് എന്ന് തോന്നുന്നത്. കാരണം ലീഡ് നില മാറി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ലക്ഷ്മി. അതായത് ഈ ശരത്തിലേക്ക് കൂടി പോയി വരാം. ശരത്ലാൽ ഇപ്പോൾ BJP ഓഫീസിന് മുന്നിൽ ആണ് എന്നാണ് മനസ്സിലാക്കുന്നത്. ശരത്ത്, ഏതായാലും സിസോദിയ ഇപ്പോൾ മുന്നേറുന്ന കാഴ്ച കാണുന്നുണ്ട്. അരവിന്ദ് കെജ്രിവാളും സിസോദിയയും മുന്നിലാണ് ഉള്ളത്. ആപ്പിന് ആശ്വാസമാണ് ഇവർ ലീഡ് ചെയ്ത് നിൽക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തൊക്കെയാണ് തലസ്ഥാനത്ത് നിന്ന് വരുന്ന പുതിയ വിവരങ്ങൾ? ലക്ഷ്മി വൽമാധ്യം, ഞാനിപ്പം BJP ഓഫീസിന്റെ അകത്താണുള്ളത്. ഇവിടെ BJP ഓഫീസിലൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ ആഘോഷങ്ങളൊന്നും തുടങ്ങിയിട്ടില്ല. കാരണം ആഘോഷങ്ങൾ നേരത്തെ ഉണ്ടായിരുന്ന ആഘോഷങ്ങളൊക്കെ നിർത്തിയിരിക്കുകയാണ്. കാരണം ഇപ്പം നമുക്ക് കാണാം, ഇവിടെ സ്ക്രീൻ മുമ്പിൽ തന്നെ ഒരു ആഘോഷമില്ലാത്ത രീതിയിലാണ് BJP ഓഫീസ്. കാരണം ദില്ലിയുടെ നില ഏത് തലത്തിലേക്കും പ്രവർത്തകർ പക്ഷേ ഇവിടെയുണ്ട്. നേതാക്കൾക്ക് ആത്മവിശ്വാസമുണ്ട്. എന്നാലും അമിത ആത്മവിശ്വാസമോ അമിത ആവേശമോ BJP ഓഫീസിൽ കാണുന്നില്ല. സ്വാഭാവികമായിട്ടും ജനക്കൂട്ടമുണ്ട് എന്നല്ലാതെ അതിൽ മുദ്രാവാക്യത്തിലേക്കോ അല്ലെങ്കിൽ അതിലേക്കോ പോകുന്നില്ല. ഇത് BJPയെ സംബന്ധിച്ചുള്ള വിജയം ഉറപ്പാണ്. പക്ഷേ BJPയിൽ ഇത് 10 സീറ്റിൽ ഉണ്ടാക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാണ്. ഇപ്പോൾ BJPയുടെ സ്ഥാനാർത്ഥി എത്തിയിട്ടുണ്ട്. എന്നാലും ഒരു മുദ്രാവാക്യ വിളികളോ അല്ലെങ്കിൽ കാര്യങ്ങളോ അല്ലെങ്കിൽ ആഹ്ലാദ പ്രകടനമോ ഇല്ല. സ്വാഭാവികമായിട്ടും BJPയെ സംബന്ധിച്ചിടത്തോളം ഒരു സൂക്ഷിച്ചുള്ള ഒരു പ്രതികരണമാണ് നിൽക്കുന്നത്. ഇപ്പോഴും 10-12 സീറ്റുകളിലേക്ക് മാറി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത്രയും നേരിയ ഭൂരിപക്ഷമേ ഉള്ളൂ. ഒരു 50 സീറ്റെങ്കിലും പ്രതീക്ഷിച്ചിരുന്ന BJPയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ 40-42 രീതിയിൽ എത്തുകയാണ്. അതിൽ തന്നെയുള്ള ഒരു മാറി മറിച്ചുകൊണ്ട് വളരെ ശക്തമായ മത്സരം നടക്കുകയാണെന്ന് BJP ഇപ്പോൾ അഡ്മിറ്റ് ചെയ്യുന്നുണ്ട്. എന്നാൽ വിജയം ഉറപ്പാണ്. ഞങ്ങൾ പിറകോട്ടേക്കില്ല എന്ന് തന്നെയാണ് BJP വൃത്തങ്ങൾ പറയുന്നത്. ഏതായാലും പക്ഷേ BJP ഓഫീസിൽ ഇപ്പോൾ സ്വാഭാവികമായിട്ടും വലിയൊരു ആഘോഷ പരിപാടികളൊന്നും BJP ഓഫീസിലില്ല. കാരണം കൊടികളും ബാൻഡ് മേളങ്ങളൊക്കെ ഇവിടെയുണ്ട്. പക്ഷേ നേരത്തെ തുടക്കത്തിലുണ്ടായിരുന്ന ചെണ്ടമേള ആഘോഷങ്ങളും ഒന്നും ഇപ്പോൾ BJP ഓഫീസിൽ കാണുന്നില്ല. സ്വാഭാവികമായിട്ടും വളരെ നിശബ്ദമായ ഒരു രീതിയിലാണ്. അതേസമയം BJPയെ സംബന്ധിച്ചോളം BJPക്ക് പിറകോട്ട് പോകില്ല എന്നൊരു ആത്മവിശ്വാസം BJP നേതാക്കൾ പ്രകടിപ്പിക്കുന്നുണ്ട്. ലക്ഷ്മി, പ്രധാനപ്പെട്ട നേതാക്കളുടെ അവസ്ഥ എന്താണിപ്പോൾ?
മനീഷ് സിസോദിയ, അരവിന്ദ് കെജ്രിവാൾ ചെറിയ വോട്ടുകൾക്കാണ് മുന്നിട്ട് നിൽക്കുന്നത്. അങ്ങനെ മുന്നിലാണ് എന്നുള്ള വിവരം പുറത്തു വന്നിട്ടുണ്ട്. കൽക്കാജിയിലെ അവസ്ഥ എന്താണ്? കൽക്കാജിയിലെ സംബന്ധിച്ചോളം ലീഡ് നിറയിലെ കൽക്കാജിയിൽ മാത്രമാണ് പിന്നെ ആപ്പിന് ഒരു മുന്നേറ്റം പൂർണ്ണമായി കാണാൻ പറ്റാത്തത്. കൽക്കാജിയിലെ സംബന്ധിച്ചോളം അതിശയെ സംബന്ധിച്ചോളം ഒരു അത്ര സുഖകരമല്ലാത്ത വാർത്തകളാണ് കൽക്കാജിയിൽ വരുന്നത്. ഏതായാലും അരവിന്ദ് കെജ്രിവാളിനെ സംബന്ധിച്ച് ലീഡ് നില ഇപ്പോൾ 240 മുകളിൽ എത്തിയിട്ടുണ്ട് എന്നാണ് അറിയുന്നത്. ആ ലീഡ് നില 198 വരെയായിരുന്നു. അത് കുറച്ചുകൂടി ഇപ്പോൾ ലീഡ് നിലയിൽ കയറിയിട്ടുണ്ട് എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കുന്നത്. പക്ഷേ എന്നാൽ പോലും സംബന്ധിച്ചിടത്തോളം വളരെ ഒരു സേഫ് സോണിലല്ല കേജ്രിവാൾ അടക്കമുള്ള നേതാക്കളുടെ അവസ്ഥ എന്ന് നമുക്ക് പറയേണ്ടി വരും. അവസാന ഘട്ടങ്ങളിൽ പോലും കാര്യമായുള്ളൊരു ലീഡ് നില ഉയർത്താൻ കേജ്രിവാളിന് കഴിഞ്ഞിട്ടില്ല. അതേസമയം ഉയർത്തിയ ലീഡ് നിലയിൽ തന്നെ താഴോട്ട് പോകുന്ന ഒരു അവസ്ഥയാണുള്ളത്. ഏതായാലും ലക്ഷ്മി വളരെ അത്യന്തം ഒരു നാടകീയ രംഗത്തിലേക്ക് തെരഞ്ഞെടുപ്പ് പോകുന്നു. BJP സ്റ്റഡിയായിട്ട് 41-42 മണ്ഡലങ്ങൾ ലീഡ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും BJPയെ സംബന്ധിച്ച് ഈ ലീഡ് നില ഒരു സേഫ് സ്ഥിതിയിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് നമുക്കിപ്പോൾ BJP ഓഫീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം. ഒരു 500,000 ഇടക്കമുള്ള ലീഡ് നിലയാണ്. ലീഡ് നില 3000 എങ്കിലും തടന്നാൽ മാത്രമേ സ്വാഭാവികമായിട്ടും BJPയെ സംബന്ധിച്ചോളം ഒരു വിജയം ഉറപ്പിക്കാനുള്ള ആശ്വാസം ഉണ്ടാവുള്ളൂ. ഏതായാലും BJP പ്രവർത്തകർ ഇവിടത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. മണ്ഡലങ്ങളിൽ നിന്നുള്ള വിജയ പ്രതീക്ഷകളാണ് BJP പ്രവർത്തകർ എത്തുന്നത്. ഏതായാലും BJPയിലെ പ്രവർത്തകർ മുദ്രാവാക്യം വിളി ആരംഭിച്ചിട്ടുണ്ട്. ഏതായാലും ഈ ഒരു കാര്യം നമുക്ക് ഉറപ്പാക്കാൻ പറ്റും, BJPയുടെ ലീഡ് നില 41-44 സ്ഥിതിയിൽ അതേ രീതിയിൽ തന്നെ സ്റ്റഡിയായി നിൽക്കുകയാണ്. കുറഞ്ഞ വോട്ടിനാണെങ്കിൽ പോലും ആ ലീഡ് നിലയിൽ വലിയ ഇത് വരുന്നില്ല, മാറ്റമറിച്ചിലുകൾ വരുന്നില്ല. സ്വാഭാവികമായിട്ടും നമുക്ക് പറയാൻ കഴിയുന്ന കാര്യം BJP വിജയം ഉറപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ആ വിജയം ഉറപ്പിച്ചു പറയാൻ BJP തയ്യാറാവുന്നില്ല എന്നാണ് ലക്ഷ്മി ഇവിടുത്തെ ഒരു അന്തരീക്ഷത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതൊക്കെ മണ്ഡലങ്ങളാണ് ഇങ്ങനെ നേരിയ ഭൂരിപക്ഷത്തിൽ BJP മുന്നിൽ നിൽക്കുന്നത്? എത്ര മണ്ഡലങ്ങൾ ഇങ്ങനെയുണ്ട്? നിർണായകമായ മണ്ഡലങ്ങൾ എന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയുന്നത് ഏതൊക്കെ മണ്ഡലങ്ങൾ, എത്ര മണ്ഡലങ്ങളാണ്, എത്ര വോട്ടുകൾ എണ്ണിക്കഴിഞ്ഞിട്ടുണ്ട് ശരത്? നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് 54% വോട്ടുകൾ എണ്ണിക്കഴിഞ്ഞു ഒരു ആവറേജ് എന്നാണ് BJP ഓഫീസിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ. സ്വാഭാവികമായിട്ടും ഇനി എണ്ണാനുള്ളത് BJP ശക്തി കേന്ദ്രങ്ങളാണ് ന്യൂഡൽഹിയിൽ എന്നും BJP പറയുന്നു. ഇത്തരത്തിലുള്ള ഒരു വിശകലനങ്ങളാണ് BJP വാർ റൂമിൽ നടക്കുന്നത്. ഈ 10 മണ്ഡലങ്ങൾ പലതും പരസ്പരം മാറുന്നുണ്ട്. ഉദാഹരണം, നേരത്തെ ഓക്കലയിൽ കുറഞ്ഞ നേരിയ ഭൂരിപക്ഷത്തിനാണെങ്കിൽ ആപ്പ് ഇപ്പോൾ ഭൂരിപക്ഷം 3500 മേലെ കടത്തിയിരിക്കുന്നു. ഇപ്പോൾ സ്വാഭാവികമായിട്ടും ചന്ദ്രി ചൌക്കിലും ഇതേപോലെ ഭൂരിപക്ഷമുണ്ട്. ഭൂരിപക്ഷം 500-ലുള്ള ചില മണ്ഡലങ്ങളിൽ ഭൂരിപക്ഷം കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. അപ്പോൾ ഇത് സംബന്ധിച്ച് വിശദമായ കണക്കുകൾ നമുക്ക് ലഭ്യമായിട്ടില്ല. ഏത് മണ്ഡലങ്ങളാണ് ഇപ്പോൾ 2000-ന് മുകളിലുള്ളത് എന്നുള്ളത് അത് അല്പസമയം കൊണ്ട് തന്നെ നമുക്കത് വിശദമായ കണക്കുകൾ എടുക്കാൻ കഴിയും. അതിന് കുറച്ച് സമയം കൂടി നമുക്ക് ആവശ്യമുണ്ട് ലക്ഷ്മി. ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, ഇത്രയും ഒരു വിജയം BJP നേരത്തെ പ്രതീക്ഷിച്ചിരുന്നു. അത്തരത്തിലുള്ള വിജയം എത്തിയിട്ടില്ല BJPയെ സംബന്ധിച്ചിടത്തോളം. എന്നാലും ഭരണത്തിലേക്ക് എത്തുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും BJP ഇപ്പോൾ പ്രകടിപ്പിക്കുന്നില്ല ലക്ഷ്മി പത്മ. കെജ്രിവാൾ വീണ്ടും പിന്നിലായിരിക്കുകയാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. ലക്ഷ്മി പത്മ, കെജ്രിവാളിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ പറഞ്ഞു, കെജ്രിവാളിന്റെ ഒരു സേഫ് സോണിൽ കെജ്രിവാൾ ഒരിക്കലും നിന്നില്ല. അത് ഇപ്പോൾ അല്പസമയം മുമ്പ് നമ്മൾ പറഞ്ഞതാണ്. ഇനി എണ്ണാനുള്ള വോട്ടുകൾ BJP കേന്ദ്രങ്ങളാണ് എന്നാണ് BJP വൃത്തങ്ങൾ പറയുന്നത്. അതുകൊണ്ട് തന്നെയായിരിക്കും BJP ഇപ്പോൾ കെജ്രിവാൾ താഴോട്ട് പിറകിലായിരിക്കുന്നത് എന്ന് നമുക്ക് പറയേണ്ടി വരും. ന്യൂഡൽഹി മണ്ഡലത്തിൽ പിന്നിലായിരിക്കുകയാണ് അരവിന്ദ് കെജ്രിവാൾ. അപ്പോൾ BJPയുടെ ശക്തി കേന്ദ്രങ്ങളിലാണ് ഇപ്പോൾ വോട്ട് എണ്ണുന്നത് അല്ലേ ലക്ഷ്മി? അതെ, തിലക് റോഡ്, അതേപോലെ തന്നെ ഭണ്ഡാര പാർക്ക് തുടങ്ങിയ ശക്തി ഉള്ള ഭാഗങ്ങളിലാണ് ഇപ്പം BJP വോട്ട് എണ്ണുന്നത്. അതുകൊണ്ട് തന്നെ അവിടെയാണ് ഇനി വോട്ട് എണ്ണാനുള്ളതെന്ന് BJP കേന്ദ്രങ്ങൾ നമ്മളോട് പറഞ്ഞിരുന്നു. ഏതായാലും അതുപോലെ തന്നെ സിസോഡിയയുടെ കാര്യത്തിലും BJPയെ സംബന്ധിച്ചിടത്തോളം ജംഗുര കോൺസ്റ്റിറ്റ്യുവൻസിയിൽ മലയാളികൾക്ക് സ്വാധീനമുള്ള സ്ഥലങ്ങളിലാണ് നേരത്തെ എണ്ണിയിരിക്കുന്നത്. മലയാളികളുടെ സ്വാധീന മേഖലകളിലേക്ക് വന്നപ്പോഴാണ് ജംഗുരയിൽ സിസോഡിയയുടെ ലീഡ് വർദ്ധിപ്പിച്ചത്. തിരിച്ച്
തിരിച്ച് BJP ശക്തി കേന്ദ്രങ്ങളിലേക്ക് എണ്ണാൻ തുടങ്ങുന്നേ ഉള്ളൂ. അതുകൊണ്ട് സിസോഡിയും ഒരു കംഫർട്ട് സോണിലാണ് എന്ന് പറയാൻ കഴിയില്ല. ലക്ഷ്മി, ശ്രീജിത്തും ലിജോയും തുടരുന്നുണ്ട്. രണ്ടുപേരും ഫുഡൊന്നും കഴിക്കാതെ രാവിലെ നിൽക്കുകയായിരുന്നു എന്നാണ് PCR എന്ന് പറഞ്ഞത്. എന്തായാലും നിങ്ങൾ ഭക്ഷണം കഴിച്ച് തിരിച്ചു വന്നപ്പോഴേക്കും അരവിന്ദ് കെജ്രിവാൾ പിന്നിലായിട്ടുണ്ട്. ആശ്വാസം പോയി ആപ്പിന്റെ. വളരെ സങ്കടകരമായ കാര്യമാണ്. ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ആം ആദ്മി പാർട്ടിയുടെ ജീവാത്മാവും പരമാത്മാവുമായിട്ടുള്ള അരവിന്ദ് കെജ്രിവാൾ താഴെ പോകുന്ന ആ പാർട്ടിയുടെ തന്നെ മൊത്തത്തിലുള്ള അതിൻ്റെ ക്രെഡിബിലിറ്റിയെ ചോദ്യം ചെയ്യുന്നതിന് തുല്യമാണ്. ഈ തവണത്തെ തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടിക്ക് വേണ്ടി അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ഞാൻ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കുകയാണ്, ഇനി ജനങ്ങളുടെ കോടതിയിലാണ് ഞാൻ പോകുന്നത്, ജനങ്ങൾ തെരഞ്ഞെടുക്കട്ടെ അല്ലെങ്കിൽ ജനങ്ങൾ തീരുമാനിക്കട്ടെ എന്നാണ്. ആ ജനങ്ങൾ തീരുമാനിച്ചത് ഇങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായും അത് ആം ആദ്മി പാർട്ടിയുടെ മൊത്തം ക്രെഡൻഷ്യലിനെ, അവരുടെ ക്രെഡിബിലിറ്റിയെ തന്നെ അസ്തിത്വത്തെ ചോദ്യം ചെയ്യുന്നതിന് തുല്യമാണ്. അതുകൊണ്ട് തന്നെ ആം ആദ്മി പാർട്ടി വലിയ പ്രതിസന്ധി നേരിടാൻ പോകുന്ന ഒരു കാലഘട്ടം കൂടിയാണ് ഇനി വരാൻ പോകുന്നതെന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഡൽഹിയിൽ അധികാരമില്ലാത്ത ആം ആദ്മി പാർട്ടി എന്ന് പറഞ്ഞാൽ ആ ഡൽഹിയിൽ അധികാരമുണ്ട് എന്നുള്ളതായിരുന്നു അവരുടെ ഐഡന്റിറ്റി. ഇന്ത്യയിലെമ്പാടും ആം ആദ്മി പാർട്ടി കുറിച്ച് ചർച്ച ചെയ്യാനും കേരളത്തിൽ പോലും, നമ്മൾ നേരത്തെ പറഞ്ഞാണ്, കേരളത്തിൽ പോലും 20 പാർലമെന്റ് മണ്ഡലങ്ങളിലേക്കും മത്സരിക്കാൻ ആളുകൾ തയ്യാറാകുന്നു. അതിൽ വളരെ പ്രമുഖരായ ആളുകൾ, സാമൂഹ്യ രംഗത്തൊക്കെ ഇടപെടുന്ന ആളുകൾ മത്സരിക്കാൻ തയ്യാറാകുന്നു. അതെല്ലാം ആം ആദ്മി പാർട്ടി പറഞ്ഞിരുന്നത് അരവിന്ദ് കെജ്രിവാളിന്റെ സദ്ഭരണ മാതൃക ഇന്ത്യയിലെമ്പാടും കൊണ്ടുവരും എന്നുള്ളതാണ്. അതാണ് പൊളിയുന്നത്. അതുകൊണ്ട് തന്നെയാണ് BJP ആവർത്തിക്കുന്നത് യഥാർത്ഥ സദ്ഭരണം കൊണ്ടുവരാൻ പോകുന്നത് ഞങ്ങളാണെന്നുള്ളതാണ്. അതായത് ഒരു പ്രചരണത്തെ അല്ലെങ്കിൽ ഒരു ഐഡിയോളജി അല്ലെങ്കിൽ ഒരു ആശയത്തെ, ഒരു നയത്തെ അങ്ങനെ തന്നെ പൊളിക്കുകയാണ്. അങ്ങനെ തന്നെ പൊളിച്ച് യഥാർത്ഥത്തിൽ സദ്ഭരണം എന്നുള്ളത് ഇനി വരാൻ പോകുന്ന BJP സർക്കാർ ആയിരിക്കും ചെയ്യാൻ പോകുന്നത് എന്ന രൂപത്തിലേക്ക് BJP പറയുന്നു. എന്തായാലും ഇന്ത്യ ആകെ പടരാനുള്ള ശ്രമത്തിനിടയിൽ, ദേശീയ പാർട്ടിയാകാനുള്ള ശ്രമത്തിനിടയിൽ ഡൽഹിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റാതെ പോയതാണോ ഈ പരാജയത്തിന്റെ കാരണം? അങ്ങനെ വിലയിരുത്താനാകുമോ? ഇല്ല, ഒരിക്കലുമില്ല. അതുകൂടി ഒരു ഘടകമാണ്, പൂർണ്ണമായും എന്ന് പറയാൻ പറ്റില്ല. കാരണം പരാജയത്തിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങളൊന്നും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ BJP എന്ന് പറയുന്ന വലിയ പാർട്ടി, രാഷ്ട്രീയ പാർട്ടി ഡൽഹിയിൽ എങ്ങനെയും അധികാരത്തിൽ തിരിച്ചെത്തുക, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 27 വർഷം അധികാരത്തിൽ നിന്നും, കേന്ദ്ര തലസ്ഥാനത്ത് നിന്നും രാജ്യ തലസ്ഥാനത്ത് നിന്നും അധികാരത്തിൽ നിന്ന് മാറി നിൽക്കേണ്ട ഒരു സാഹചര്യം ഇനി BJPയെ സംബന്ധിച്ച് അത് അനുവദിക്കാൻ കഴിയാത്തൊരു സാഹചര്യത്തിലേക്ക് പോയി. അത് അവരുടെ അഭിമാനത്തിന് ക്ഷീണമാണ്. അത് മാത്രമല്ല രാഷ്ട്രീയമായിട്ടും ഭരണപരമായിട്ടും BJPക്ക് വലിയ ക്ഷീണമുണ്ട്. കാരണം ഒരു ലഫ്റ്റനന്റ് ഗവർണർ കൊണ്ട് മാത്രം നടക്കുന്നതല്ല, അല്ലെങ്കിൽ അയാളെ കൊണ്ട് മാത്രം നിയന്ത്രിച്ചത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്ന് BJPക്ക് മനസ്സിലായി. അത് മാത്രമല്ല രാജ്യ തലസ്ഥാനത്തെ എല്ലാ കാര്യങ്ങളിലും കെജ്രിവാൾ ഇടപെടുന്നു. മോദിക്കൊപ്പമോ അല്ലെങ്കിൽ മോദിക്ക് തൊട്ട് പിന്നിലോ കെജ്രിവാൾ ഉണ്ട്. ആ രൂപത്തിൽ രാഷ്ട്രീയമായിട്ടും ഭരണപരമായിട്ടും BJPയെ നേരിടുന്നു. BJPക്ക് എതിരായ ഒരാൾ വരുന്നു. അത് BJPക്കുണ്ടായ ക്ഷീണം വളരെ വലുതാണ്. അതുകൊണ്ട് തന്നെ BJPക്കാണ് ആവശ്യമുണ്ടായിരുന്നത് അധികാരത്തിൽ തിരിച്ചെത്തുക എന്നുള്ളത്. അധികാരത്തിൽ തുടരുക എന്നുള്ളത് ആപ്പിന്റെ ആവശ്യത്തേക്കാൾ അധികാരത്തിൽ തിരിച്ചെത്തുക എന്നുള്ള BJPയുടെ ആവശ്യമാണ് ഇവിടെ വിജയിച്ചിട്ടുള്ളത്. ആ ഒരു രാഷ്ട്രീയമാണ് വിജയിച്ചിട്ടുള്ളത്. അത് ആഗ്രഹം ശക്തമായിട്ടുള്ള ആളുകൾ അധികാരത്തിലേക്ക് തിരിച്ചെത്തുന്ന ഓരോ ആഗ്രഹത്തിന്റെ ശക്തി അനുസരിച്ചാണല്ലോ കാര്യങ്ങളും സംഭവിക്കുന്നത്. ഏതായാലും അങ്ങനെ തന്നെ ഡൽഹിയിൽ സംഭവിക്കുന്നു എന്നുള്ളതാണ് ഈ സീറ്റ് നിലകൾ നോക്കുമ്പോൾ മനസ്സിലാകുന്നത്. ഇപ്പോൾ ശരത് ലാൽ തുടരുന്നുണ്ട്. ശരത്, എന്താണ് പുതിയ വിവരങ്ങൾ? അരവിന്ദ് കെജ്രിവാൾ കൂടുതൽ പിന്നിലാവുകയാണോ? കെജ്രിവാൾ ഇപ്പോൾ 260 വോട്ടുകൾക്ക് പിന്നിലാണെന്നാണ് ലഭിക്കുന്ന വിവരം. നമുക്ക് ഇപ്പോൾ ഏറ്റവും പുതുതായി പറയാൻ വേണ്ടത് 260 വോട്ടിന് പിന്നിലാണ് കെജ്രിവാൾ എന്നാണ് ലഭിക്കുന്ന വിവരം. അതേപോലെ തന്നെ ഇപ്പോൾ BJP 42 സീറ്റിലുള്ള ലീഡ് എന്ന നില അതേ രീതിയിൽ തന്നെ കഴിഞ്ഞ ഒരു മണിക്കൂറായി നിലനിർത്തുകയാണ്. ആപ്പ് സംബന്ധിച്ചോളം ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ച് 28, 27 ഈ രീതിയിലാണ് ലീഡ് നിലനിൽക്കുന്നത്. ഏതായാലും ഒരു കാര്യം നമുക്ക് ഉറപ്പിച്ച് പറയാം, ഇരു പാർട്ടികൾ ഇപ്പം BJP ആണെങ്കിൽ പോലും സമ്പൂർണ്ണ ആധിപത്യം അവകാശപ്പെടുന്നില്ല. കടുത്ത മത്സരം തന്നെയാണ് നടക്കുന്നത് എന്ന് തന്നെയാണ് BJP വൃത്തങ്ങൾ, ഇപ്പോൾ BJPയുടെ സ്പോക്സൺ ആയാലും BJPയിലെ നേതാക്കളായാലും സംസ്ഥാന നേതാക്കളായാലും പറയുന്നത് BJPക്ക് പൂർണ്ണരീതിയിൽ ഒരു 44 മുകളിലോട്ട് വരാൻ പറ്റാത്ത കഴിഞ്ഞ ഒരു 2 മണിക്കൂറായി ആ രീതിയിൽ തന്നെയാണ് നിൽക്കുന്നത്. പല മണ്ഡലങ്ങളിലും മാറി മറിയുന്നു. ഇത് BJP നേതൃത്വത്തെ അസ്വസ്ഥമാക്കുന്നുണ്ട്. എന്നാൽ പോലും BJPയെ സംബന്ധിച്ചുള്ള 36 സീറ്റ്
എന്നുള്ളതാണ്. ഇനി എന്ത് വന്നാലും തങ്ങൾ ഭരിക്കുമെന്ന് BJP പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പം സ്വാഭാവികമായിട്ടും മുഖ്യമന്ത്രിയെ തന്നെ തീരുമാനിക്കുന്ന രീതിയിലേക്ക് BJP മുന്നോട്ട് പോയിട്ടുണ്ട്. എന്നാലും ഒരു തിളക്കമാർന്ന വിജയത്തിന് വേണ്ടി BJP കാത്തിരിക്കുകയാണ്. അതിനുള്ള എല്ലാ ഒരുക്കങ്ങളും ഇവിടെ കരുതി വെച്ചിട്ടുണ്ട്. പക്ഷേ ഇതുവരെ പുറത്തെടുത്തില്ല, ഇതുവരെ ജിലേബി വിതരണം നടത്തിയിട്ടില്ല. BJP അത്തരം അമിത ആഹ്ലാദം ഇതുവരെ പ്രകടിപ്പിച്ചിട്ടില്ല. BJP ആഹ്ലാദമൊക്കെ ഉള്ളിലൊതുക്കി നിൽക്കുകയാണ്. കാരണം ആപ്പിന്റെ ഏത് വളരെ നേരിയ മാർജിനാണ്. അതുപോലെ കടുത്ത മത്സരവും നടക്കുന്നു. ഒരു കാര്യം BJP നേതാക്കൾ നമ്മളോട് പറയുന്നത്, BJP സ്പോർട്സ് പേഴ്സണായ ഭണ്ഡാരി നമ്മളോട് പറഞ്ഞത്, നിങ്ങളൊരു കാര്യം ഓർമ്മിക്കണം, 27 വർഷമായി 27 വർഷമായി പുറകിലായ ഒരു പാർട്ടിയാണ് നമ്മൾ. ഇതിൽ ഞങ്ങൾ ഭരണത്തിൽ എത്തുന്നു അല്ലെങ്കിൽ എന്നും എത്താൻ വരുന്നു എന്ന് തന്നെ വലിയൊരു നേട്ടമാണ്. ഇത് നിങ്ങൾ കാണണം. അല്ലാതെ BJPയെ സംബന്ധിച്ചോളം BJP 50 മാധ്യമങ്ങൾക്കാണ് 50ഉം 60ഉം പ്രതീക്ഷ. BJP എവിടെ നിൽക്കുന്നു 2 മാസം മുമ്പ് എന്ന് നമ്മൾ കാണണമെന്നാണ് ഭണ്ഡാരി സ്പോക്ക് പേഴ്സൺ നമ്മളോട് വിശകലനം ചെയ്തത്. ഇതിൽ നിന്നൊക്കെ മനസ്സിലാകുന്ന BJPയെ സംബന്ധിച്ചോളം വളരെ വലിയ വിജയമായിട്ടാണ് BJP കണക്ക് കൂട്ടുന്നത് ഡൽഹിയിലെ ഈ മുന്നേറ്റം എന്ന് തന്നെയാണ്. ലക്ഷ്മി.